വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് സോഷ്യോളജിയുമായിട്ടാണ്. ഓക്കെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിയുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാല്യൂസ് ആൻഡ് നോംസ് എന്നുള്ള ഭാഗമാണ്. ഓക്കെ, നോംസ് ആൻഡ് വാല്യൂസ് എന്നുള്ള ചാപ്റ്റർ ആണ്. എന്ന് വെച്ചാൽ വാല്യൂ എന്ന് വെച്ചാൽ സമൂഹത്തിലെ മൂല്യങ്ങളെ കുറിച്ചും നോംസ് എന്ന് വെച്ചാൽ സമൂഹത്തിലെ മാതൃക കാര്യങ്ങളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ നിയമങ്ങളും അതുപോലെ തന്നെ വാല്യൂസും മൂല്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമൂഹത്തിലുള്ള നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിലൂടെ അതിന് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇപ്പോൾ അധ്യാപകർ ക്ലാസ് മുറിയിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അധ്യാപകൻ വിദ്യാർത്ഥികളെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിക്കണമെന്ന് എന്ത് ചെയ്യുന്നു, ഓരോ അധ്യാപകരും പ്രതീക്ഷിക്കുന്നതാണ് അല്ലെ. അപ്പോൾ അതുപോലെ തന്നെയാണ് അമിതമായി മദ്യം കഴിക്കുന്നതും പരീക്ഷയിൽ വഞ്ചിക്കുന്നതും മിക്കവാറും എല്ലാ ആധുനിക സമൂഹങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നില്ല. കാരണം ദോഷകരമാണെന്ന് അവർ എന്ത് ചെയ്യുന്നു, കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ആ ഒരു സമൂഹത്തിന് ചില മൂല്യങ്ങളുണ്ട് അല്ലെ, അതിനതുപോലെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം ആ സമൂഹം നീങ്ങേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഒരു അധ്യാപകൻ വന്നാൽ ആ ക്ലാസ്സിൽ എണീറ്റ് നിൽക്കുക എന്നുള്ളത് ആ ഒരു നിയമങ്ങളും മൂല്യങ്ങളും ഉള്ളതാണ്, അല്ലെങ്കിൽ നിയമങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ മോശപരമായി തെറ്റ് ചെയ്യുന്നതിനെതിരെ നിന്നു ഒരു നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, എതിർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ നിയമം അവൻ ചെയ്യുന്ന തെറ്റിനെതിരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ആ തെറ്റ് ചെയ്താൽ സാമൂഹിക നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും അത് എതിരായി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കൂ, അതുപോലെ തന്നെ മറുവശത്തിലെ ആധുനിക സമൂഹങ്ങളിൽ കുട്ടികളുടെ മാതാപിതാക്കളോടുള്ള അനുസരണ അതിന് തികച്ചും ആവശ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൽ ഇവ ഒരു സാമൂഹിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും എന്നിവ എന്തെന്നു അറിയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ പറയുന്നത് സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്, ചില മൂല്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില നിയമങ്ങളുണ്ട്. അതുമായി എന്തെങ്കിലും നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ അതുമായി നമ്മൾ എന്തെങ്കിലും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നോക്കൂ, അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലെ, വാട്ട് ഈസ് എ വാല്യൂ അല്ലെ, മൂല്യങ്ങൾ എന്നാൽ എന്താണ്? അപ്പോൾ നോക്കൂ, സാമൂഹ്യശാസ്ത്രത്തിൽ മൂല്യങ്ങൾ എന്ന പദം സാമൂഹിക ഘടനയുടെ ഘടക ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു അല്ലെ. സാമൂഹിക ഘടന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഘടക ഭാഗമാണ് സാമൂഹിക മൂല്യങ്ങൾ. സാമൂഹിക വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് കാരണം സാമൂഹിക മൂല്യങ്ങളാണ്. സാമൂഹിക മൂല്യം ഉണ്ടായാൽ എന്തുണ്ടാവുകയുള്ളൂ, ഒരു സാമൂഹിക ഘടന അല്ലെങ്കിൽ എന്താണ് അത് സ്ഥിരതയുമായിട്ട് എന്തുള്ളൂ, സമൂഹം ഉണ്ടാവുകയുള്ളൂ എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, എന്താണ് പെരുമാറ്റ മാതൃകകളുടെ നോംസിന്റെ നിയമങ്ങൾ, പെരുമാറ്റ നിയമങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ പെരുമാറ്റ മാതൃകകൾ എന്തെല്ലാം എന്ന് വെച്ചാൽ ഒരു ഗണത്തിൽപ്പെട്ടവർ എന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിൽപ്പെട്ടവർ അല്ലെ, ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ മാതൃകകളെയാണ് പെരുമാറ്റ മാതൃകകൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഒരു കൂട്ടത്തിന്റെ അല്ലെങ്കിൽ ഗണത്തിൽപ്പെട്ടവർ പെരുമാറുന്നാൽ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ അതിനെതിരാണെങ്കിൽ ആ പെരുമാറ്റ രീതിക്ക് എതിരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമങ്ങൾ എന്തും മാറുന്നു അല്ലെങ്കിൽ മാറുന്നു എന്നുള്ളതാണ്. നോക്കും, അതിന് മൂല്യങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നതിന് സാമൂഹ്യശാസ്ത്രത്തിൽ മൂല്യങ്ങൾ എന്ന പദം സാമൂഹ്യ ഘടനയുടെ ഘടക ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. നോക്കൂ, സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അടിസ്ഥാന സ്ഥിരതയ്ക്ക് കാരണം സാമൂഹ്യ മൂല്യങ്ങൾ. സാമൂഹിക വ്യവസ്ഥിതിക്ക് തന്നെ ആരാണ്, സാമൂഹ്യ മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മുൻഗണനകൾ ക്രമീകരിക്കുന്നതും മറ്റുമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു 2 പോയിന്റുകൾ നോക്കൂ, തങ്ങളുടെ ജീവിതത്തിൽ ജനങ്ങൾ പിന്തുടരേണ്ടതായ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ളതും തങ്ങൾ ഏർപ്പെടുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ പിന്തുടരേണ്ടതുമായിട്ടുള്ള ആശയങ്ങളാണ് മൂല്യങ്ങൾ എന്നുള്ളത് എന്തെന്നു പറയുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ പെരുമാറ്റത്തിന് സഹായകമായ പൊതു മാർഗനിർദ്ദേശ രേഖകളാണ് മൂല്യങ്ങളെന്നും. അതുപോലെ തന്നെ ഒരു സമൂഹത്തിലോ സ്വയമോ വിലപ്പെട്ടതോ അഭികാമ്യമോ ആയ ഒരു തത്വമോ ഗുണമോ വിശേഷമോ ആണ് സാമൂഹിക മൂല്യം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നു. ഇതെല്ലാം സാമൂഹിക മൂല്യത്തിന്റെ സവിശേഷതകൾ എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയട്ടെ. സാമൂഹിക നിയമങ്ങളുടെ നമ്മുടെ നോംസിന്റെ ആവശ്യകതകൾ എന്തെന്നുള്ളത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എപ്രകാരം പെരുമാറണം എന്ന് വ്യക്തികളെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ് സാമൂഹിക നിയമങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞു അല്ലെ. അതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. നാം പങ്കെടുക്കുന്ന സാമൂഹിക സന്ദർഭങ്ങളിൽ നമ്മുടെ പെരുമാറ്റ രീതി നിയന്ത്രിക്കുന്ന ഒരു ചട്ടമോ മാതൃകയുമാണ് പെരുമാറ്റ മാതൃക അഥവാ പെരുമാറ്റ ചട്ടം അഥവാ നോംസ്, സാമൂഹിക നിയമങ്ങൾ എന്ന് പറയുന്നത്. കൂട്ട ജീവിതത്തിൽ കൂട്ടമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായ ഒരു പ്രത്യേകത അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ പെരുമാറ്റത്തെ ക്രമീകരിക്കുന്നതിന് ഒരു കൂട്ടം മൂല്യങ്ങൾ അതിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലാക്കാം വാല്യൂയും നോംസും തമ്മിൽ നല്ല കൃത്യമായിട്ടുള്ള സമൂഹത്തിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ, അതുപോലെ തന്നെ അംഗങ്ങൾക്കിടയിലുള്ള
പ്രതിപ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നമാണ് ഗണങ്ങൾ. അനേകം വ്യക്തികൾ പരസ്പരം പ്രവർത്തിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങളെയും പെരുമാറ്റ രീതികളെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രമീകരിക്കുവാൻ ഒരു കൂട്ടം മാതൃകകൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ രൂപപ്പെടും. അപ്പോൾ ഒരു ഗണത്തിന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുവാനുള്ള ഈ പെരുമാറ്റ മാതൃകകളെ അഥവാ ചട്ടങ്ങളെ സാമൂഹിക പെരുമാറ്റ മാതൃകകൾ അഥവാ പെരുമാറ്റ ചട്ടങ്ങൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. ഓക്കെ, ഇത് എന്താന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വാല്യൂസിനെ കുറിച്ചും നോംസിനെ കുറിച്ചും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ 1-2 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ഓക്കെ, നോക്കൂ. ഈ താഴെ പറയുന്നവൽ ഇനി പറയുന്നവൽ ഏതാണ് മൂല്യത്തിന്റെ ഒരു ഉദാഹരണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒരു ടെസ്റ്റിൽ കോപ്പി അടിക്കുന്നത് തെറ്റാണെന്ന് നന്ദിനി വിശ്വസിക്കുന്നു. തന്റെ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണെന്ന് രാജേഷ് വിശ്വസിക്കുന്നു. കുട്ടികൾ ചായയോ കാപ്പിയോ കുടിക്കുന്നത് സഞ്ജീവൻ എന്ന് വിശ്വസിക്കുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം ഇതെല്ലാം എന്തിൽ പെട്ടതാണ്? എന്താണ്? മൂല്യത്തിൽ, ഏതാണ് മൂല്യ സാമൂഹ്യ മൂല്യത്തിൽ പെട്ടതാണ് എന്നുള്ളതിന് ഉത്തരമാണ്. 4ാമത്തെ ആൻസർ ആണ് ശരി. കാരണം ഈ പറഞ്ഞതൊക്കെ സമൂഹത്തിന്റെ മൂല്യങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. 2 ക്വസ്റ്റ്യൻസുകൾ നോക്കാം. നോംസ് ഗിവ്സ് ഡാഷ് ടു സൊസൈറ്റി എന്താണ് മാനദണ്ഡങ്ങൾ സമൂഹത്തിന് ഡാഷ് നൽകുന്നു. മാനദണ്ഡങ്ങൾ എന്താണ് സമൂഹത്തിന് നൽകുന്നത്? എന്താണ്? ഒരു ഏകീകരണം എന്തെന്നു നൽകുന്നു. ഇതാണ് ഏകീകരണം എന്ന് പറയുന്നത്. അപ്പോ ഒരു ഏകീകരണം. നോംസ് ഹെൽപ്പ് ടു ഡാഷ് സോഷ്യൽ ഓർഡേഴ്സ്. 2ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കൂ. മാനദണ്ഡങ്ങൾ സാമൂഹിക ക്രമത്തിന് ഡാഷ് സഹായിക്കുന്നു. സാമൂഹിക ക്രമം ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് സഹായിക്കുന്നത്? എന്താണ്? പരിപാലിക്കുക. പരിപാലനം എന്ത് ചെയ്യുന്നു? തകർക്കുക. പരിപാലിക്കുക, നിലനിർത്തുക. പരിപാലനമാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇതിനേക്കാൾ കൂടുതലായിട്ടും വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള നല്ല 1 വേർഡ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസുകളും മറ്റു ക്വസ്റ്റ്യൻസുകളും 1 വേർഡ് ക്വസ്റ്റ്യൻസുകളും എല്ലാമായിട്ടുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ബാങ്കോട് കൂടിയിട്ട് ആണ് നാഷണൽ അക്കാദമി അവരുടെ സ്വന്തം ആപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ +2 സോഷ്യോളജി അല്ലെങ്കിൽ തന്നെ +2 എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, ന്യൂസ് എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, താങ്ക് യു.